LDFന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. 5 വർഷം മുൻപ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് അന്ന് കിട്ടി. ഇപ്പോൾ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ LDFന് കിട്ടുമെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും MA ബേബി പറഞ്ഞു. എക്സിറ്റ് പോളുകളെ കുറിച്ച് പൊതുവിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നടത്താനുള്ള ഒരു നിരീക്ഷണം, എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ഇത്തവണ മിക്കവാറും കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളിലെല്ലാം 9-ന്റെയും 8-ന്റെയും 5-ന്റെയും 4-ന്റെയും ഒക്കെ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ അവലോകനം ചെയ്യാൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം വിളിച്ചു. ഈ മാസം 10, 11 തീയതികളിലാണ് യോഗം. ഈ മാസം 6-ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശ്രീജിത്ത്, ആദ്യം എക്സിറ്റ് പോളുകൾ വരുന്നതിന് പിന്നാലെ കണക്കുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൂട്ടിക്കിഴിക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ കൂടുതൽ സർവേകൾ വരുന്നുണ്ട്. ചെറിയ മാർജിനാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ നമ്പറിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും LDFനുണ്ടല്ലേ? അസിത, ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന നേരിയ പ്രതീക്ഷ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം CPIM കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആദ്യം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും 69 സീറ്റ് വരെ പ്രവചിക്കുന്ന സർവേകളുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ, അങ്ങനെ പല ആളുകളും അത്തരത്തിലുള്ള 65-69 സീറ്റുകൾ. അപ്പോൾ കുറച്ച് സീറ്റുകൾ കൂടി ടൈറ്റായ മത്സരം നടക്കുന്നിടത്ത് കൂടി വിജയിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഈ എക്സിറ്റ് പോളിന് ശേഷം CPIM കേന്ദ്രങ്ങളിലുള്ളത്. എന്നാൽ പോലും ജനവികാരം പൂർണ്ണമായും അനുകൂലമാണോ എന്ന് സംശയിക്കുന്ന നേതാക്കളുമുണ്ട്. കാരണം 10 കൊല്ലത്തെ അധികാരത്തിൽ ഇരുന്ന ശേഷമാണ് നേരിടുന്ന തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും എതിർഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് വോട്ടെണ്ണൽ ദിനത്തിലേക്ക് CPIM LDFും എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയാണ് LDF കേന്ദ്രങ്ങൾ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. ഇന്നലെ MV ഗോവിന്ദൻ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ സ്വീകരിക്കേണ്ട മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനായി ഈ മാസം 6-ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. അന്ന് ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം പങ്കെടുക്കും. കാരണം വിജയിച്ചാൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇനി പരാജയം സംഭവിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് 6-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിക്കുന്നത്. തീരുമാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സംസ്ഥാന സമിതിയും വിളിക്കണം. സെക്രട്ടേറിയറ്റ് ആയിരിക്കും സംസ്ഥാന സമിതി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക. കാരണം CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് ഇത്തരം തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഏത് തീരുമാനം വന്നാലും ആ തീരുമാനം എടുക്കേണ്ട പരമാധികാര ബോഡി എന്ന് പറയുന്ന CPIMന്റെ സംസ്ഥാന സമിതിയാണ്. എന്തായാലും 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായി ഈ മാസം 10, 11-നും CPIM പോളിറ്റ് ബ്യൂറോ യോഗവും വിളിച്ചിട്ടുണ്ട്. അതിന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് 20, 21, 22 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റിയും വിളിച്ചു. അങ്ങനെ അസം, പശ്ചിമബംഗാൾ, പുതുച്ചേരി, തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്താൻ ഒരുങ്ങുകയാണ് CPIM. ഓക്കെ, ശ്രീജിത്താണ് എക്സിറ്റ് പോളിൽ MA ബേബിയുടെ പ്രതികരണം നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ CPM എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളിപ്പറയാറാണ്. ഇപ്പോൾ ഇന്നലെ MV ഗോവിന്ദൻ സംസാരിക്കുമ്പോഴും അതിനെ പൂർണ്ണമായി തള്ളുന്നില്ല. അതിനകത്ത് എടുക്കുക ചെയ്യുന്നത് MA ബേബി അത് തന്നെയാണ് ചെയ്യുന്നത്. വലിയ ആത്മവിശ്വാസം ഉണ്ടാകും, ഒരുപക്ഷെ അതിന്റെ തുടർച്ചയിൽ ഉണ്ടാകുന്നതായിരിക്കും. യെസ്, എന്ന് പറഞ്ഞാൽ അതിൽ ഇനിയിപ്പോൾ ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും UDFന് അനുകൂലം എന്ന് പറയുമ്പോഴും കൂടുതൽ പേർ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉറപ്പായും CPMന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.